പട്ടി. മതിടി, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ആ നിർത്താം, എനിക്ക് മതിയടാ. നീ പൊടി മരപ്പട്ടി. നിന്റെ അച്ഛൻ. എന്റെ അല്ല, നിന്റെ. ആ പാവറമീൻ പറ്റി ജീവിക്കണ സുനി, നിന്റെ തന്ത. ഹലോ ഹലോ, വെച്ചൂലേ? ഓക്കെ ബൈ. 12 മണി. ഇവന്മാർക്ക് കുറെ പണിയൊന്നുമില്ലേ? ഓ, മീശക്കാരൻ മാധവന് ദോഷത്തിനാശ. അയ്യോ, ദോഷയുടെ കാര്യം പറഞ്ഞപ്പോൾ അപേക്ഷിക്കണ്. ആ ഓട്ടപ്പുല്ല്. പ്ലാൻ ബി. 1 2 3. ഓക്കേ, അമ്മക്ക് ചെടിയൊക്കെ നനച്ചൂടെ? എൻ്റെ അമ്മേ, ആ ഒന്നൊരു കലക്ക് കലക്ക്. ദിവസം ഉണ്ടാതിരുന്ന് നോക്കുക. അന്നേരം അറിയാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അതുപോലെ മിസ് ചെയ്യുന്നുണ്ടോ. നമ്മളുടെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ നമ്മൾ മിസ് ചെയ്യുന്ന പോലെ ഇങ്ങോട്ട് ഒരാൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുന്ന സമയമെല്ലാം വേസ്റ്റാണ്. നല്ല റൂം. അവിടെ കുറേ സാധനം ഇരിക്കണ്ടല്ലോ. ഈ ആക്രിസാനുള്ളിൽ വേറെ ഒന്നുമില്ലേ വീട്ടിൽ? ലൈറ്റ് അടിക്കലടാ പട്ടി. ഹായ് ചെല്ലോ, തൂങ്ക് തൂങ്ക് തൂങ്ക്. നിക്കടാ അവിടെ. സബാഷ്, പെട്ടൂലോ ഈശ്വര. അമ്മേ, അതെവിടെയാ? വിക്സോ? എവിടെ ബംഗ്ലാ? ശരിക്കും നോക്കടാ പട്ടി. ആരാ? അത് പിന്നെ പഞ്ചായത്തിന് സർവേ എടുക്കാൻ വന്നതാ. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? സത്യം
കുറയുടെ പട്ടി. യോ പറയാം. അതെ വീട് മാറി കയറിയതാ പറഞ്ഞോളാം. വീട് മാറി ഈ നേരത്ത് നല്ല സമയല്ലേ? ഒന്നെങ്കിൽ താൻ ഈ ഭാഗത്തും തോടായി പൊപ്പിക്കാൻ വന്നതാ. അവിഹിതം ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഛേ അങ്ങനെ വൃത്തിയോടൊന്നും പറയില്ല കുട്ടി. എനിക്കത് നല്ല പ്രായമായിട്ടില്ല. ഞാൻ അത്രക്കാരനഹി. അല്ലെങ്കിൽ പിന്നെ യു ആർ എ തീഫ്. യെസ് ഐ ആം ദ തീഫ്. ഏയ് ഞാൻ തീഫ് ഒന്നല്ല. അല്ല ഓക്കെ മോളെ. ദേ ഞാൻ പറയുന്ന കേട്ട് എന്നോട് കുറച്ച് നേരം സംസാരിച്ചാൽ ചേട്ടനോട് എന്ത് വേണമെങ്കിലും കൊണ്ടുപോയിക്കോ. ഞാൻ എടുത്തരും ചേട്ടന്. ചേട്ടനോ? ഇവൾക്ക് ഒട്ട് തന്നെ മുങ്ങുന്നതാ ബുദ്ധി. മോളെ ചേട്ടൻ ഈ പെമ്പിളരുടെ അത്ര സംസാരിക്കറിയില്ല. അതുകൊണ്ട് ചേട്ടൻ പോട്ടെ. ഇരിക്കണോളെ. അത് നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ നിന്നെ പിടിച്ച് വിഴുങ്ങും. അത് പിന്നെ മോളെ ഞങ്ങളെ 3 ആൺമക്കളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കങ്ങനെ സംസാരിക്കാൻ അങ്ങനെ അറിയില്ല. നിങ്ങളുടെ അമ്മ അപ്പം പെണ്ണല്ലേ? അമ്മയോ? അമ്മയ്ക്ക് സംസാരശേഷിയില്ല. അയ്യോ പാവം അമ്മ. പാവം മണ്ടി വിശ്വസിച്ചു. സാറില്ല, നമുക്ക് സംസാരിക്കാം. അല്ല അത് പറഞ്ഞില്ല, അത് ശരിയാവില്ല. ദേ ഈ മാല കണ്ടോ? 1 പവനുണ്ടാവും. ഞാൻ പറയുന്നതൊക്കെ കേട്ട് ചേട്ടൻ എവിടെ ഇരുന്നാ ഈ മാല ഞാൻ ചേട്ടൻ തരും. ഇവൾക്ക് ഒട്ട് തന്നെ. പറ മോളെ എന്താ പ്രശ്നം? അവൻ ആയതു അവനാണ് എൻ്റെ പ്രശ്നം. യദു? ആരത്? അവനോട് യെസ് പറഞ്ഞതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നീ ഇന്ന് ഫ്രണ്ട്സിന് മുമ്പ് പുറത്തുകൊണ്ട് വരാൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ആരാണ് ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ അടുത്ത് നിൽക്കുന്ന ചെക്കൻ? സത്യം പറടി, ആരവൻ? ചേട്ടൻ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്താണെന്നറിയോ? അത് ഞാൻ എന്നാലോടി കയറിയതാ. മറ്റേ ഡോക്ടറുടെ വീടല്ലേ? ഏയ് അതല്ല. അതായത് ഈ സ്നേഹത്തിൻ്റെ മറപിടിച്ചിട്ട് വേദന മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക തരം അവസ്ഥ. ഓ അറിയില്ല എന്താ? അതായത് ഞാൻ അവനോടല്ലാതെ വേറെ ആരോടും മിണ്ടാൻ പാടില്ല, ഇഷ്ടപ്പെട്ട പോലെ നടക്കാൻ പാടില്ല, കൂട്ടുകാരുടെ കൂടെ പുറത്തു പോകാൻ പാടില്ല. ഇവനാരും തപ്പന. ഓഹ് ഡാർക്ക്. മോളെ മോളെ അതെ വല്ലാത്ത ദാഹം, കുടിക്കാൻ എന്തെങ്കിലും? എന്നാ താങ്ക് യു മോളെ. ആനൊരെണ്ണം പൊട്ടിച്ചാലാ? കാര്യമില്ല, ഞങ്ങൾ നമ്മുടെ ഇഷ്ടത്തിലാണ് തേണ്ടി നാട് മൊത്തം പാടി നടക്കാം. എന്തായാലും പറഞ്ഞ അവനൊരു അതല്ല, കുറെ ഊള സ്റ്റാറ്റസ് ഇട്ട് നാറ്റിക്കും. അത് കേട്ട് ചോദിക്കാൻ വരാൻ കുറെ എണ്ണം. അല്ല ഇപ്പൊ എന്താ പ്രശ്നം? കൊണ്ടില്ല ചേട്ടാ. അതിപ്പോ ഒരു ഫോണല്ലേ, അത് പിന്നെ വാങ്ങിക്കല്ലോ നമുക്ക്. അതല്ല, ഇത്ര നേരമായിട്ട് എന്റെ കോള് കണ്ടില്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പൊട്ടനാ. ചേട്ടൻ്റെ ഒരു ഫോണുണ്ടോ? എൻ്റെ പൊന്നു മോളെ, പെങ്ങടെ കൊച്ചിനൊരു ഫോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനെന്നറിയാം. എന്നോട് മോള് ചോദിക്കരുത് ഫോൺ തരാൻ പറ്റുമെന്ന്. കരയില്ല ചേട്ടല്ലേ ഇവിടെ, നമുക്കൊരു വഴി ഉണ്ടാക്കാന്ന്. മോളതെ ഒരു ഡൗട്ടാണ്, ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? മോള് മാത്രമേ ഉള്ളൂ? അച്ഛനമ്മേനൊക്കെ ഉണ്ട്. അല്ല ഇവിടെ താഴെ കാറൊന്നും കണ്ടില്ലേ? അതിൻ്റെ ധൈര്യത്തിലല്ലേ ചേട്ട ഇവിടെ നിന്ന് കയറിയേ? അതിപ്പോ പെട്രോളിന് വില കൂടുന്ന സമയത്ത് ആര് കയറി പോവാനാ? ആ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ചേട്ടന് ഇത് പറ, എന്താ ചെയ്യാ? മോളെ ഈ ചെറുക്കൻ്റെ വീട് എവിടെയാ? ഇവിടെ അടുത്തെങ്ങനാണോ? അതെ, ഇവിടെ അടുത്താ. ആ അപ്പ കാര്യം സിമ്പിളല്ലേ. മോളൊരു കാര്യം ചെയ്യും, പറയാനുള്ളതൊക്കെ ഒരു കത്തിലെത്തിയതാ, ചേട്ടൻ കൊണ്ടു കൊടുക്കുക. കത്തോ? അല്ല ചേട്ടൻ അതിനവൻ വീട്ടിൽ കയറ്റു? ഛേ, മോള് കയറ്റിയിട്ടാണോ ചേട്ടൻ വീട്ടിൽ കയറിയ? ഒന്നും നോക്കണ്ട, ആ കത്തങ്ങടെ പടക്കിയ. അയ്യോ മോളെ മോളെ മോളെ. അയ്യോ ചേട്ടാ, അതല്ല, എൻ്റെ മുത്താണ് ചേട്ടൻ.
ചേട്ടാ അയ്യോ സാറേ തല സാറേ. ഓ മോളോ മോളോ. ആ കത്ത് 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 കത്ത്. ചേട്ടാ കത്ത് തുറന്ന് വായിക്കരുത്. ഈ കത്തൊന്നും തുറന്ന് വായിക്കില്ല. നമ്മൾ എത്ര നേരം അവിടെ സംസാരിച്ച് എന്നിട്ട് മോൾ ഇതാണ് എന്നെ കുറിച്ച് വിചാരിച്ചേക്കണേ. ചേട്ടൻ റെഡിയാക്കി തരാം. അത്ര ഉള്ളോ? വാ ചേട്ടാ ഒരു മിനിറ്റ്. ആ പറ മോളെ. എന്നാ ഇത് വെച്ചോ. മോളെ അയ്യോ ഇത് ചേട്ടനല്ല, ഞാനത് ചേട്ടൻ്റെ തന്നിട്ട് എന്ന് അവന് മനസ്സിലാവണ്ടേ. ഇത് കാണുമ്പോൾ മനസ്സിലായിക്കോളൂ. അതെ, ഞങ്ങളുടെ പ്രേമതയുടെ ഹംസമാണ് ചേട്ടൻ. മോളെ ഈ കത്തിനെ കുറിച്ച് മോളൊന്നും പേടിക്കണ്ട. ഇതിൻ്റെ കാര്യം അവിടെ ചേട്ടന് ഓക്കെ പോട്ടെ. എനിക്ക് ഞാനും വരാം. പിന്നെ ഈ പാതിരാത്രി ടൂർ പോലെ ഞാൻ ചേട്ടൻ കയറി പട്ടി ഉണ്ടായിരുന്നില്ലേ? Someone leaves from your life, that's only for someone better to come. Someone leaves from your life only for someone better to come. Every breakup is a wake up. After all, it's not a breakdown, it's a break up. ആരാ? ഞാൻ ഹംസ. ഹംസ? ഏതംസം? ഞാനൊരു കത്ത് തരാൻ വന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം. കത്തോ? ഈ വാട്സപ്പുള്ള കാലത്തോ? സത്യം പറയടാ. അമ്മ അയ്യോ നീ എന്താടാ മോനെ പറയണേ? എടാ വായ തുറന്ന് പറയണോ? ബാബുത്തി ഞാൻ എങ്ങനെ പറയാനാ? ശരിയാ. തനിക്ക് എന്താ വേണ്ടേ? എത്രയാ പാറബോസ്? അനെത്രയാണ്? അല്ല അവളാ തന്നെ വിട്ടേന്ന് എന്തത്ര ഉറപ്പ്? ഞാൻ എങ്ങനെ വിശ്വസിക്കുക? ഒരു മിനിറ്റ്. ചേട്ടാ താങ്ക്സ്. ചേട്ടൻ എന്തെങ്കിലും തരണമെന്ന് അവള് കത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്. ആയിക്കോട്ടെ. ഈ കൊച്ചിൻ്റെ ഒക്കെ ഒരു കാര്യം ശരിയാക്കി തരടാ. അച്ഛാ കള്ളൻ! അമ്മ കള്ളൻ കള്ളൻ കള്ളൻ! കള്ളനാ? ഓടി വരണേ! അയ്യോ! ഈ വീട്ടില് വേറെ ആളാണ്? ഓടി വരണേ! ഏ? അച്ഛാ എന്താ കള്ളൻ! എന്ത് പണി ഒപ്പിച്ച പോയിട്ട്? അയ്യോ! അതിലോടി ആ? വരണേ! എന്റെ റൂമിലെ ആ? കള്ളൻ! എടാ ഞാൻ കള്ളനല്ലടാ. എടാ ഹംസടാ ഹംസം. കള്ളൻ, കള്ളൻ! ഡാ. അവന്റെ ഹംസം! അച്ഛാ ഓടി വരണേ! കള്ളൻ! പെട്ടല്ലേ ഈശ്വരാ. നീ കുരിപ്പ് എന്ത് കത്തിലെഴുതി വെച്ച? നാട്ടുകാരെ ഓടി വരണേ! വീട്ടിൽ ഞാനും അമ്മാമ്മയും മാത്രമുള്ള സമയത്ത് കള്ളം കയറി. മണ്ടന. ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. പോലീസിൽ ഏൽപ്പിക്കുക. I am trapped. ഈശ്വരാ, ലോകത്തിനുള്ളൊരു ഹംസത്തിനെ ഗതി വരുത്തരുത്. എവിടെ പോയി കെടുക്കായിരുന്നു ഈ കോപ്പേ? അതൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ അയച്ച പാഴ്സൽ കിട്ടിയോ? അതൊക്കെ കിട്ടി. അതൊക്കെ എത്തേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഉം. അല്ല നീ വാതിൽ തുറന്നു കൊടുക്കാതെ റൂമിൽ കയറി?